ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബെന്യാമിൻ നെതന്യാഹുവിന്റെ ചങ്കെടുപ്പ് കൂടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വനവാസത്തിന് തുടക്കമിട്ട നഫ്താലി ബെന്നറ്റും യെയർ ലാപ്പിഡും വീണ്ടും കൈകോർക്കുകയാണ്. ഇത്തവണ വെറുമൊരു സഖ്യമല്ല, ടുഗദർ അഥവാ ബിയാഹാദ് എന്ന പുതിയ പാർട്ടിയുമായിട്ടാണ് ഈ പുപ്പുലികൾ വരുന്നത്. 2026 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഇലക്ഷൻ വെറും ഒരു പോരാട്ടമല്ല, അതൊരു അന്ത്യവിധി കൂടിയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം മുതൽ ഇങ്ങോട്ട് ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വരെ നീളുന്ന സംഭവ വികാസങ്ങൾ ഇസ്രായേലിനെ മാറ്റി ചിന്തിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ സഖ്യത്തിന്റെ പിന്നിലെ മാസ്റ്റർ പ്ലാൻ? കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഹെസ്ലയിൽ വെച്ച് നഫ്താലി ബെന്നറ്റും മുൻ പ്രതിപക്ഷ നേതാവ് യെയർ ലാപ്പിഡും പുതിയ വലിയ പ്രഖ്യാപനം നടത്തിയത്. വിഭജനത്തിന്റെ കാലം കഴിഞ്ഞു, ഇനി തിരുത്തലുകളുടെ കാലമാണ് എന്നായിരുന്നു ബെന്നറ്റിന്റെ പ്രഖ്യാപനം. ശരിക്കും ഇതൊരു ലക്കി കോമ്പിനേഷൻ ആണ് എന്ന് പറയണം. അതായത് വലതുപക്ഷ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബെന്നറ്റും അതുപോലെ മധ്യപക്ഷവാദിയായ ലാപ്പിഡും ഒന്നിക്കുന്നത് നെതന്യാഹു വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനാണ്. ബെന്യാമിൻ നെതന്യാഹു എന്ന നേതാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പേരാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ നീണ്ട വർഷങ്ങൾ രാജ്യത്ത് വലിയ തോതിലുള്ള വിഭജനങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ വിഭജനം ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്ന തിരിച്ചറിവാണ് തീവ്ര വലതുപക്ഷക്കാരനായ നഫ്താലി ബെന്നറ്റിനെയും അതുപോലെ മധ്യപക്ഷവാദിയായ യെയർ ലാപ്പിഡിനെയും ഒരുമിപ്പിച്ചത്. 30 വർഷത്തെ നെതന്യാഹു യുഗത്തിന് വിരാമമിടാൻ സമയമായി എന്ന് ബെന്നറ്റ് വ്യക്തമാക്കുമ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ഇസ്രായേലിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത്. തങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഈ ഒത്തുചേരലെന്ന് ലാപ്പിഡ് പറയുമ്പോൾ രാജ്യത്തിന്റെ ദിശ മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് ഇരുവരും മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ സർവേകൾ നെതന്യാഹുവിന് അത്ര സുഖകരമായ കണക്കുകളല്ല നൽകുന്നത്. ബെന്നറ്റും ലാപ്പിഡും ഐസൻകോട്ടിനെ പോലെയുള്ള മുൻ സൈനിക മേധാവികളും ഒന്നിച്ചാൽ 120 അംഗ നെസറ്റിൽ ഇവർക്ക് ഏകദേശം 38 സീറ്റുകൾ വരെ ലഭിക്കാം. മറുവശത്ത് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി 25 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് പ്രവചനം. നെതന്യാഹുവിന്റെ നിലവിലെ ഭരണസഖ്യം വെറും 50 സീറ്റുകളിൽ ഒതുങ്ങുമ്പോൾ ഈ പുതിയ വിരുദ്ധ സഖ്യം 60 സീറ്റുകൾ കടന്ന് അധികാരം പിടിക്കുമെന്നാണ് സൂചനകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഈ നെതന്യാഹുവിനെ കൈവിടുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത് സെക്യൂരിറ്റി ഫെയിലിയർ, അതായത് സുരക്ഷാ പരാജയം. ഒക്ടോബർ 7 ആക്രമണം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ചരിത്രത്തിലെ വലിയൊരു കളങ്കമാണ്. താൻ അധികാരത്തിലിരുന്നാൽ രാജ്യം സുരക്ഷിതമായിരിക്കുമെന്ന നെതന്യാഹുവിന്റെ അവകാശവാദം അതോടെ പൊളിഞ്ഞു. ടുഗദർ സഖ്യം അധികാരത്തിൽ വന്നാൽ 1-ാം ദിവസം തന്നെ ഇതിനെക്കുറിച്ചൊരു അന്വേഷണ കമ്മീഷനെ വെക്കുമെന്നാണ് ബെന്നറ്റ് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇക്കണോമിക് ക്രൈസിസ് ആണ്. ഇറാനുമായും ഹിസ്ബുള്ളയുമായും നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ തളർത്തി. യുദ്ധം നീണ്ടുപോകുന്നത് സാധാരണക്കാരെ പ്രയാസത്തിലാക്കുന്നു. മൂന്നാമതായിട്ട് ദി കൺസ്ക്രിപ്ഷൻ ഇഷ്യൂ, അതായത് സൈനിക സേവനം. ഇതാണ് ഏറ്റവും വലിയ വെടിമരുന്ന്. അതായത് ഇസ്രായേലിലെ അൾട്രാ ഓർത്തഡോക്സ് ഹരേരി വിഭാഗക്കാർക്ക് സൈനിക സേവനത്തിൽ നൽകിയിരുന്ന ഇളവുകൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പാവപ്പെട്ടവനെന്നും പണക്കാരനുമെന്ന് ഭേദമില്ലാതെ എല്ലാവരും സൈന്യത്തിൽ ചേരണമെന്നാണ് ബെന്നറ്റ് ലാപ്പിഡ് സഖ്യത്തിന്റെ നിലപാട്. എന്നാൽ തന്റെ ഭരണത്തിൽ തുടരാൻ ഈ വിഭാഗത്തിന്റെ പിന്തുണ ആവശ്യമായതിനാൽ നെതന്യാഹുവിന് ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കാൻ കഴിയില്ല. ഹംഗറിയിലെ പീറ്റർ മഗിയാർ പ്രയോഗിച്ച അതേ തന്ത്രമാണ് ബെന്നറ്റും ലാപ്പിഡും ഇവിടെ പയറ്റുന്നത്. ചിതറിക്കിടക്കുന്ന പ്രതിപക്ഷത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. ഹംഗറിയിൽ നീണ്ട 16 വർഷത്തെ വിക്ടർ ഓർബന്റെ ഭരണം അവസാനിപ്പിച്ചത് ഈ ഐക്യത്തിലൂടെയാണ്. ഇസ്രായേലിലും അത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് ചുരുക്കം. ഇത്തവണ പക്ഷേ അവർക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. മുൻപ് സഖ്യത്തിൽ ഒരു അറബ് പാർട്ടിയെ കൂട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണ കൂടുതൽ സയോണിസ്റ്റ് ആയ ഒരു ഭരണമാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. ഈ സഖ്യം ആദ്യമായിട്ടല്ല ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. 2021 നെതന്യാഹുവിന്റെ തുടർച്ചയായ 12 വർഷത്തെ ഭരണത്തിന് അന്ത്യമിടാൻ ഇരുവരും ചേർന്ന് ഒരു വലിയ സഖ്യം രൂപീകരിച്ചിരുന്നു. അന്ന് ഒരു അറബ് പാർട്ടിയെ പോലും ഉൾപ്പെടുത്തി രൂപീകരിച്ച ആ പരീക്ഷണ സർക്കാർ ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ വലിയൊരു അത്ഭുതമായിരുന്നു. എന്നാൽ ആ ആശയപരമായ വൈവിധ്യം അത് തന്നെയായിരുന്നു ആ സർക്കാരിന്റെ ബലഹീനതയും. ആഭ്യന്തര വിയോജിപ്പുകൾ കാരണം കേവലം 18 മാസങ്ങൾ മാത്രമേ ആ സഖ്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ആ വീഴ്ചയിൽ നിന്നാണ് 2022 നെതന്യാഹു വീണ്ടും അതിശക്തമായ ഒരു വലതുപക്ഷ സഖ്യവുമായി അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ ആ പഴയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇത്തവണ ഇരുവരും കൂടുതൽ ശക്തമായ ഒരു മുന്നണിയുമായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നെതന്യാഹു പണിനിർത്തി വീട്ടിൽ പോകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അദ്ദേഹത്തെ ദി മജീഷ്യൻ എന്നാണ് വിളിക്കുന്നത്. തോൽക്കുമെന്ന് ഉറപ്പുള്ള എത്രയോ കളികളിൽ അദ്ദേഹം അവസാന നിമിഷം ഗോൾ അടിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അവർ എങ്ങനെ വിഭജിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് വേവലാതി ഇല്ല എന്നാണ് ലിക്വിഡ് പാർട്ടി പറയുന്നത്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ അവർക്കറിയാം ഇത്തവണ പോരാട്ടം കടുപ്പമേറിയതാണ് എന്ന്. ഒരു വശത്തെ കേസുകളും മറുവശത്തെ യുദ്ധവും, പിന്നാലെ ഈ ഒരു വമ്പൻ സഖ്യവും. ശരിക്കും നെതന്യാഹു പെട്ടിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വന്ന വിള്ളലുകളും നെതന്യാഹുവിനെതിരെയുള്ള അന്താരാഷ്ട്ര വികാരവും ഈ സഖ്യത്തിന് വളമാവുകയാണ്. അമേരിക്കയിലെ യുവജനങ്ങളിൽ 60% പേരും ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും ഇന്ന് എതിർക്കുന്നു എന്നാണ് പുതിയ സർവേകൾ പറയുന്നത്. ഈ ഒറ്റപ്പെടലിൽ നിന്ന്
ഇസ്രായേലിനെ രക്ഷിക്കാൻ കൂടുതൽ ലിബറലായ ഒരു മുഖം വേണമെന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആഗ്രഹമാണ്. ചുരുക്കത്തിൽ ഇസ്രായേൽ രാഷ്ട്രീയം ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയണം. മക്കളെയും സൈനികരെയും യുദ്ധഭൂമിയിലേക്ക് വിടുന്ന മാതാപിതാക്കളുടെ വികാരമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്നത്. നെതന്യാഹു എന്ന രാഷ്ട്രീയ അധികായന്റെ പതനമാണോ അതോ മറ്റൊരു തിരിച്ചുവരവാണോ ഒക്ടോബറിൽ കാണാൻ പോകുന്നത്? എന്തായാലും ഒന്നുറപ്പാണ്, ടുഗദർ പാർട്ടി നൽകുന്ന ഈ വെല്ലുവിളി ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.